Judges, please note, correlator A on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ മുതാലിം സുഹൃത്തുക്കളെ, പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത് ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാനാണ്. ആട്ടെ, എൻ്റെ കഥയുടെ പേരെന്നറിയാമോ? അറിയില്ല? അറിയത്തില്ല എങ്കിൽ ഞാൻ പറയുന്നില്ല, നിങ്ങളിന്ന് ഒരു പേര് കണ്ടുപിടിച്ചിട്ടാൽ മതി കേട്ടോ. എങ്കിൽ കഥയിലോട്ട് കിടക്കാം. സന്ധ്യാനേരം. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ മുഖം പൊത്തുന്നേ ഉള്ളൂ. ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ആരുടെയോ കാലടിപാടുകളുടെ ശബ്ദം കേട്ട അഹ്ലു ബൈത്തിലെ ഉമ്മ ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിലൂടെ എത്തി നോക്കി. പുന്നാര ഉപ്പയാണല്ലോ വരുന്നത്. ഉപ്പ എന്താ ഇന്നേരം ഇങ്ങോട്ട് വരുന്നത്? ഫാത്തിമ ബി ചിന്തിച്ചു. ഉപ്പ നീട്ടി വിളിച്ചു, ഫാത്തിമ, മോളെ ഫാത്തിമ. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ ഉടനെ വാതിൽ തുറന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ചു. പ്രവാചകൻ ചോദിച്ചു, മോളെ എന്തൊക്കെയുണ്ട് വിശേഷം? ഫാത്തിമ ബി പറഞ്ഞു, ഉപ്പ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല. പ്രവാചകൻ തന്റെ കമീസ് ഉയർത്തി വയറ്റിൽ കെട്ടിവെച്ച കല്ല് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട ഫാത്തിമ ബീവി സങ്കടം കാരണം കരഞ്ഞു. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ സങ്കടം എന്നാൽ തൊട്ടപ്പുറത്ത് റോസാപുഷ്പങ്ങൾ പോലുള്ള ഹസനും ഹുസൈനും ഉമ്മി ഉമ്മി എന്ന് വിളിച്ചു കരയുകയാണ്. ഇത് കണ്ട് പ്രവാചകന് സഹിക്കാനായില്ല. പ്രവാചകൻ ഉടനെ വേടി വിട്ടിറങ്ങി നടക്കാൻ തുടങ്ങി. മദീനയുടെ ഒരറ്റത്തെത്തി കാണും. അതാ ഒരു അറാബ് തന്റെ തോട്ടം നനക്കുന്നു. ഇത് കണ്ട പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചു, മനുഷ്യ, ഞാൻ താങ്കളെ തോട്ടം നനക്കാൻ സഹായിക്കാം, കൂലിയായി വല്ലതും തരാമോ? അദ്ദേഹം പ്രവാചകന്റെ അടിമുടി ഒന്ന് നോക്കി പറഞ്ഞു, ഓ ശരി, ഒരു തവണ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയാൽ 3 കാരക്ക വീതം നൽകാൻ നിനക്ക്. അങ്ങനെ പ്രവാചകൻ തന്റെ ദൗത്യത്തിലായി. 1 അല്ല 2 അല്ല 8 തവണ. 9ാം തവണ അത് സംഭവിച്ചു. കയറ് പൊട്ടി ബക്കറ്റ് കിണറ്റിൽ വീണു. പത്തോം ഒരു അടി വീണു പ്രവാചകന്റെ ആ താമര പോലുള്ള മുഖത്ത്. പ്രവാചകൻ ഒന്നും പറയാതെ തനിക്ക് കിട്ടിയ കാരക്കയുമായി വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ അടിച്ചത് പ്രവാചകനെ ആയിരിക്കുമോ? ഉടനെ അദ്ദേഹം തന്റെ വാളെടുത്ത് ഇടതു കൈ കൊണ്ട് വലതു കൈ ഒറ്റവിട്ട് രക്തത്തിലാണ്ട് അദ്ദേഹം അവിടെ ബോധരഹിതനായി വീണു. ആ വഴി ഷാമിലേക്ക് പോയിരുന്ന കുറച്ച് യാത്രാ സംഘം അദ്ദേഹത്തെ കണ്ട്, മനുഷ്യ, താങ്കൾക്ക് എന്തു പറ്റി? ആരാണ് താങ്കളുടെ കൈ വെട്ടിയത്? അദ്ദേഹം നടന്നതെല്ലാം പറഞ്ഞു. അവർ ചോദിച്ചു, താങ്കൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴി അറിയാമോ? അങ്ങനെ ആ യാത്രാ സംഘവും അദ്ദേഹവും പ്രവാചകന്റെ വീട്ടിലേക്ക് ചെന്നു. പ്രവാചകന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത് തനിക്ക് കിട്ടിയ കാരക്ക ഹസൻ ഹുസൈനും പ്രവാചകൻ വീതിച്ചു നൽകുന്നതായിരുന്നു. ഇവരെ കണ്ട പ്രവാചകൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അദ്ദേഹം പറഞ്ഞു, താങ്കൾ പ്രവാചകനാണോ? ആണെങ്കിൽ പുറത്തിറണം. പ്രവാചകൻ ഉടനെ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ മുറി ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രവാചകൻ ലോക ജനതയ്ക്ക് കാണിച്ച മാതൃക. ഇതുപോലെ നമുക്കുമാകാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന ദുആവസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note, code letter B on the stage. അസ്സലാമു അലൈക്കും. എത്തക്കയുമായി നിങ്ങളെ വർത്താനോ? അല്ല, എന്താണ് മൂലക്കല് സുലൈമാൻ കാലിയും താത്തിരിക്കണേ? പത്രം വായിച്ചേ? ഓ, ഇപ്പത്തെ പത്രത്തിന്റെ കരാവസ്ഥലേ, അയക്കൊന്നും നോക്കാനേ വയ്യ. അല്ലേലും ഇതൊക്കെ ഇപ്പൊ ഈമാനുള്ളവർ ചെയ്യണ പണിയാണിപ്പത്. അല്ലേലും ഈമാൻ എന്ന് പറഞ്ഞാലേ ഒരു തൗഫീഖാണ്. അതുള്ളവര് കൂടെ പഠിച്ചോ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് പറഞ്ഞാലിപ്പോൾ ഞാൻ ഉദാഹരണം പറയണല്ലേ, എന്താ പറയാ അടക്കി. എന്നാ കേട്ടോളി. പണ്ടേ വളരെ പണ്ട് മക്കത്ത് പുന്നാര നബി വരുന്നേക്കാട്ടി കുറേ മുമ്പ് ഒരു സായറുണ്ടേനി. അയാളുടെ അടുത്തേക്ക് സിഹർ പഠിച്ച മോണ ഒരു കുട്ടി ഉണ്ടേനി.
ആ കുട്ടിയാണെങ്കിൽ വേറൊരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഇൽമും പഠിച്ചീനി. പഠിച്ചതിൻ്റെ ഇടയിൽ കുട്ടിക്ക് ഒരു സംശയം, ഇതിലിപ്പോൾ ഏതാ ശരീന്ന്. അപ്പോ ഒന്നില് പറയണത് പഠിച്ചോണ്ട് ഒന്നിലോ ഇല്ല. അങ്ങനെ ഒരു ദിവസം നമ്മളെ കുട്ടി ഇങ്ങനെ പഠിച്ചാൻ വേണ്ടി പോവേനി. അങ്ങനെ ദൂരത്ത് ഒരു വട്ടമേശ കമ്മിറ്റി. അങ്ങനെ നമ്മളെ കുട്ടി എന്താക്കി അറിയോ, പതുക്കെ തലട്ടൊക്കി. എന്താന്നറിയണമെങ്കിൽ സുലൈമാനെ എന്നാ അറിഞ്ഞോ? എന്താ അറിയോ, അവിടെ ഒരു വലിയ ജന്തുപുടിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കണേ. അതിന്റെ വലിപ്പം കണ്ട് പേടിച്ചിട്ട് ഉമ്മ പെറ്റോർത്താനോ വൈക്ക് പോവില്ല. എങ്ങനെ സുലൈമാനെ? ഉമ്മ പെറ്റോർത്താനോ വൈക്ക് പോവില്ല. അങ്ങനെ നമ്മളെ കുട്ടി എന്താക്കിയാരോ, നിലത്തുനിന്ന് ഒരു കല്ലങ്ങോട്ട് എടുത്ത്, കല്ലണ്ട് മനസ്സിന്റെ അവിടെ പിടിച്ചാണ്ട് ഒരു തോരന്ന്, പഠിച്ചോനെ ഞാൻ പഠിക്കണം ഇൽമാനേ. ശരി, ഇന്നത്തോടെ ഈ ജന്തുപിടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവണേന്നും പറഞ്ഞ ഒരേറ്റേറ് കഥം കാര്യം തീരുമാനമായി. ഇതൊക്കെ എടുക്കണ ജന്തുപ്പൊടി നിലത്ത്. അങ്ങനെ പഠിച്ചോന്റെ തൗഫീക്കുള്ളതുകൊണ്ട് ആള് വലിയ ആളായി. ഇപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കലോ, ഉള്ളവർക്ക് രോഗം മാറ്റലോ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇത് നമ്മളെ രാജാവ് പറഞ്ഞപ്പോ ആരെവിടെ, ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. എന്നിട്ട് ഭടന്മാര് പിടിച്ച് തന്നാണ്ട് ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എന്നിട്ട് ആ കുട്ടീനെ ചെയ്യാത്ത ഒന്നും ഉണ്ടാവില്ല. മലന്റെ മേലെ തള്ളിയിടലോ, കപ്പലിൽ നിന്നും തള്ളിയലോ, അങ്ങനെ അങ്ങനെ എത്ര എത്ര. അവസാനം ലാസ്റ്റ് കുട്ടി തന്നെ ഗതി കെട്ട് ഒരു ഐഡിയ ഓൾക്ക് പറഞ്ഞു കൊടുത്തു. എന്താന്നറിയോ, ഭീഷ്മില്ലാണ്ടേ അമ്പക്കാനെ രാജാവ് അതേമാതിരി ചെയ്ത് കുട്ടി മരിച്ചേ. ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായിന്ന് പറഞ്ഞ മാതിരിയേ. ഒരു വിശ്വാസീനെ ഒഴിവാക്കാൻ നോക്കിയപ്പോളേ ബാക്കി എല്ലാവരും വിശ്വാസികളായി. ഇതും കൂടി ഉണ്ടായപ്പോ രാജാവിന്റെ മേത്ത് വലിയൊരു ചെയ്ത്താൻ കയറി. വലിയൊരു ചെയ്ത്താനും കുറച്ച കൂട്ടി ചെയ്ത്താന്മാരും കൂടി ഒരു വലിയൊരു കിടങ്ങുണ്ടാക്കി. ഈ കിടങ്ങ് എന്തിനാ ഉണ്ടാക്കിയേ? ഈ വിശ്വാസികളെ മൊത്തം അതിലിട്ട് ഭരിച്ചാന്. ഇതറിഞ്ഞിട്ടുണ്ടോ ഓല് വിശ്വാസം വിടണ്. ഇതാണ് ഈമാനി എന്ന് പറഞ്ഞാല്. ഏതായാലും ഇപ്പോ പറഞ്ഞിക്കും മടുത്തിക്കണേ, കേട്ട് നിങ്ങൾക്കും മടുത്തിക്കണേന്ന് മനസ്സിലായി. ഇപ്പൊ ഞാൻ പോവാണ്. ശരി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ. എല്ലാത്തിനും മോനെ ഇജൊടുക്ക പായണേ. ഞാനേ ഒരു കഥ അറിയാൻ പറഞ്ഞ. ഇതേ ഇജ് വിചാരിച്ച കഥ അല്ല, ഇത് മറ്റേതാ, ലവ്. അത് പറഞ്ഞപ്പോ എന്താ ഓൻ്റെ ഉസാറ് എന്നല്ലേ. ഇജവിടെ ഇരിക്കി, ഞാൻ നല്ല ചൂട് കഥ പറഞ്ഞതാ. നമ്മളെ കഥ എടുക്കണതേ മക്കയിലോ മദീനയിലോ ആഫ്രിക്കയിലോ ഒന്നല്ല. നമ്മളെ കാക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ നേരെ മുമ്പിലുള്ള ആ വലിയ കുത്തുബിനാർ പോലത്തെ പേരല്ലേ, നമ്മളെ നാസറാക്കാന്റെ പേരാ. അവിടെയാണ് നമ്മളെ കഥ എടുക്കുന്നത്. മൂപ്പരിക്കേ ഒരു സുജായിട്ടുള്ള മോനും ഒരു പഞ്ചാര കണക്കിലുള്ള മോളും ഉണ്ട്. ആമിനാത്താണെങ്കിൽ ഓളെ കൊഞ്ചിച്ചിങ്ങോട്ട് വഷളാക്കി. ഓളാണെങ്കിൽ മദർസിന്റെ പടി പോലും കണ്ടില്ല. എല്ലാത്തിനും മോനെ മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാ ഈ പൈസക്കാരെ മക്കളെന്നാ മദർസ് പോവാത്തെന്ന്. ഓലടുത്ത് പൈസ ഇല്ലാത്തോണ്ടേ കാരല്ലേ. അങ്ങനെ ഓള് എല്ലാ ദിവസവും 8:30 മണിയാവുമ്പോ മാറ്റിങ്ങോട്ട് ഇറങ്ങും. കയ്യും കയറ്റിച്ച് തലേ തട്ടുവിടൂല. അങ്ങനെ ഒരു ദിവസം ഓള് ബാംഗ്ലൂർ കോളേജ് പഠിച്ചുമ്പോ ഇപ്പാന്റെ അടുത്ത് വന്ന് പറയാ, ഇപ്പച്ചിയേ എന്റെ കോളേജ് പഠിച്ചിന് എല്ലാരുടെ അടുത്തും ഫോണുണ്ട്, ഇച്ചുമാണൊരു ഫോണ്. ഇത് കേട്ടപ്പോ മൂപ്പര് ഒരു 40 Pro മേടിച്ചെടുത്തു. പിന്നല്ലേ കളി മാറണേ. ഓള് മൊത്തം ഫോണുമലാണേ. ഓളെ കള്ളി പുറത്തു വന്ന് ഓൾക്ക് ഓളെ ക്ലാസ് ഒരുത്തനോട് പ്രേമാണ്. അത്ര പ്രേമം.
സംഗതി പിന്നെ നാട്ടുപാട്ടാ അത്ര പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നാട്ടിൽ മൊത്തം പാട്ടായി. ഓളെ അടുത്ത പ്രാവശ്യം വീട്ടിക്ക് വരുന്നത് ഓളെ ചെക്കൻ്റെ പാണത്രേ. അങ്ങനെ ഓളെ ചെക്കൻ്റെ തോളും കൈയിട്ട് ബുള്ളറ്റിന് പറത്തി വീട്ടിന്റെ മുമ്പിലാണ് വന്ന് നിർത്തി. അത് കയറില്ല എന്ന് പറഞ്ഞിട്ട് ആമിനാത്ത് മുമ്പ് വന്ന് നോക്കിയപ്പോണ്ട് മോളും ചെക്കനും. പഠിച്ചോനെ എന്റെ മോള് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആമിനാത്ത് അലറി. ആമിനാത്തന്റെ അലർച്ചിൽ കേട്ട് നാസറാക്ക മുണ്ടും മുടിച്ച് വന്നപ്പോണ്ട് ഓളും ഓണ്ട ചെക്കൻ. ഇത് കണ്ടപ്പോ നാസറാക്കന്റെ കണ്ണുമൊക്കെ കണി ചോത്തി. നാസറാക്ക എന്തിനേർപ്പെട്ടിട്ടാണ് നിങ്ങൾ കയറിയെന്നേ? ഓളാണെങ്കില് ഒരു കൂസലും ഇല്ലാതെ ഓളാണ്ട് പറഞ്ഞേ, ഇപ്പച്ചേ ഞങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ള ഇഷ്ടത്തിലാണ്. ഇപ്പച്ചി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഉറപ്പായിട്ടും ഒപ്പം പോകും പറഞ്ഞു. നാസറാക്കാണെങ്കിൽ നിന്നെ പല്ലിനടിച്ച് താഴിടും, ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോന്ന് പറഞ്ഞു. ഓളാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഒരു ചെക്കൻ്റെ തോളിലും കൈയിട്ട് ബുള്ളറ്റുമ്മ പറത്തി അവിടെ പോയി. ആമിനാത്താണെങ്കിൽ നാസറാക്കാന്റെ കയ്യും കാലൊക്കെ കണ്ട് പിടിച്ച് എന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഇങ്ങനെ? ഒന്നെങ്കിൽ നമ്മളെ മോളല്ലേ, ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? പൊഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് ചെങ്ങന്മാരെ ഞങ്ങളോട് പറഞ്ഞേ, പ്രേമ തലക്ക് പിടിച്ചാ പിന്നെ ആര് വിചാരിച്ചിട്ട് കാര്യല്ല. അല്ലെങ്കിൽ പിന്നെ പഠിച്ചോൻ വിചാരിച്ചണം, അല്ലെങ്കിൽ പഠിച്ചോനെ പേടി വേണം. എല്ലാത്തിനും മോനെ തൊള്ളിയും കാട്ടിക്കണേ. കഥ കഴിഞ്ഞു. കഥ കഴിഞ്ഞു. എന്നാ നേരെ പെരേക്കൂട്ടോ. അടുത്ത പ്രാവശ്യം കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. Next on code letter D. അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനോ? ഞാനൊരു കഥയാണ് പറയാൻ പോണേ. ആർക്കെങ്കിലും അറിയോ കഥന്റെ പേര്? ഒരു കർഷകനും 3 മടിയന്മാരായ മക്കളും. ഈ കർഷകനെ വലിയൊരു വയലുണ്ടായിനി. ആ വയല് ദിവസവും ആ കർഷകൻ പണിയെടുക്കും. എന്നിട്ട് ഈ കർഷകന് മടുത്ത് ഈ മക്കളെ കൊണ്ട് ഈ കർഷകൻ മരിക്കണതിന്റെ മുന്നേ പണിയെടുപ്പിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായി. ഇവരെത്രയൊക്കെ പറഞ്ഞാലും പണിയെടുക്കാണ്ട് അങ്ങനെ കളിച്ച് തിരിഞ്ഞു നടക്കും. ഒരു ദിവസം കർഷകനൊരു ബുദ്ധി തോന്നി. എന്താണെന്നറിയോ? ഞാൻ പറയട്ടെ. ഈ കർഷകന് വയലിൽ ഒരു നിക്ഷേപം വച്ചണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ വിളിച്ചിട്ട് അത് കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പിറ്റേന്ന് തന്നെ എല്ലാം എടുത്ത് ഇറങ്ങി, തൂമ്പിയും കൈക്കോട്ടും എല്ലാം എടുത്തു. എന്നിട്ട് ഒരാളെ പോയി കണ്ട് ഫുള്ള് കൊത്തി കുളച്ചപ്പോ ആളൊന്നും കണ്ടില്ല. ഇത് ഇവലപ്പനോട് വന്ന് പറഞ്ഞപ്പോ ഒപ്പ പറഞ്ഞ് ഇതാണ് നിങ്ങളെ നിക്ഷേപം എന്ന്. ഇവർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതിലോലപ്പം എന്താക്കി കുറച്ച് വിത്ത് നട്ടുകൊടുത്തു. അതിനുശേഷം 2-3 മാസം കഴിഞ്ഞപ്പോ ഇവർക്ക് കുറേ പൈസ ഇട്ടാൻ തുടങ്ങി. എവിടുന്നാന്ന് കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല. പിന്നല്ലേ ഓൾക്ക് കാര്യം പിടിയിട്ടേ നമ്മൾ അന്ന് കളിച്ചിന് വയലില് ഇപ്പൊ കൊണ്ടുപോയി നട്ട വിത്തൊക്കെ മുളച്ചു കണ്ട് അത് വാപ്പ കൊണ്ടുപോയി വിറ്റതാണ്. അപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായി. അധ്വാനിച്ചാൽ മാത്രം സുഖമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അധ്വാനിച്ചോളി, എന്നാലോ ജീവിക്കാൻ കഴിയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Code letter E on the stage. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ മുത്താലിം സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്ന് ഒരു കൊച്ചു കഥ പറയാനാണ്. സിനാനെ വാണിത് ശ്രദ്ധിച്ചോ? തൻ്റെ മൊയ്തൂൻ്റെ കഥയല്ല, ഇത് നടന്ന കഥയാണ്. വിസ്മയിപ്പിച്ച വിരുന്നു സൽക്കാരം, ഇതാണ് എൻ്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ് സഹിച്ചുകൊണ്ട് യുദ്ധമുഖത്ത് കിടങ്ങി കീറുകയാണവർ. ഇത് കണ്ട് ജാബിർ റളിയല്ലാഹുവിനെ ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ആട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പ് മാവുമായി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ശേഷം ഭാര്യ സുഹൈലയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് സുഹൈല ബി വന്ന്
ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന് നിന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ വേഗം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്ക്. ഇതും പറഞ്ഞ് ജാബിർ റളിയല്ലാഹു അൻഹു കത്തി മൂർച്ചയാക്കാൻ തുടങ്ങി. കത്തി മൂർച്ചയാക്കിയ ശേഷം ആടിനെ അറുത്തു. ആടിനെ അറുത്ത ശേഷം ഉടനെ തന്നെ നബിതങ്ങളെയും സ്വഹാബാക്കളെയും വിളിക്കാൻ വേണ്ടി പോയി. സഹാബാക്കളെ വിളിക്കാൻ പോയ ജാബിർ റളിയല്ലാഹു അൻഹു പിന്നെ വീട്ടിൽ നടന്നതൊന്നും അറിഞ്ഞില്ല. വീട്ടിൽ നടന്നത് എന്താണെന്നോ കൂട്ടുകാരെ? ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുക്കുന്നത് തൻ്റെ 4-2 വയസ്സുള്ള കുട്ടികൾ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു, ചേട്ടൻ അനിയനോട് പറഞ്ഞു, അനിയ, ഞാൻ നിന്നെ ഉപ്പ ആടിനെ അറുത്തതുപോലെ അറുത്തോട്ടെ. എന്താണ് അറവെന്നോ എന്താണ് മരണമെന്നോ അറിയില്ലായിരുന്നു അവർക്ക്. അങ്ങനെ മൂത്തവൻ ഇളയവനെ കമഴ്ത്തി കടത്തി ആടിനെ അറുക്കുന്നത് പോലെ അറുക്കുകയാണ്. ഇളയവന്റെ കഴുത്തിൽ നിന്ന് നക്ഷത്ര പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകയാണ്. ഇത് കണ്ട ഏട്ടന് ജ്യേഷ്ഠന് എന്ത് ചെയ്യണമെന്നറിയാതെ ഓടുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. മൂത്ത മകനും ഒരു കത്തിയുടെ മുകളിലേക്ക് വീഴുകയാണ്. അങ്ങനെ മൂത്ത മകനും ലോകത്തോട് വിട പറയുകയാണ്. ഒരേ സമയം ഒരു വീട്ടിലെ 2 മക്കൾ മരിക്കുകയാണ്. എങ്ങനെ ഇത് സഹിക്കാൻ കഴിയും? സുഹൈല ബീവിക്ക് ലോകത്തെ ഒരമ്മക്കും ഇത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു നബിതങ്ങളെയും സഹാബാക്കളെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. സുഹൈല ബീവിയെ വിളിക്കുകയാണ്. സുഹൈല, ഓ സുഹൈല, വേഗം ഭക്ഷണം എടുത്തു വെക്ക്. അങ്ങനെ സുഹൈല ബീവി ഭക്ഷണം എടുത്തു വെക്കുകയും നബിതങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചോദിക്കുകയുണ്ടായി, ജാബിർ, നിന്റെ മക്കളെവിടെ? ജാബിർ റളിയല്ലാഹു അൻഹു സുഹൈല ബീവിയോട് ചോദിച്ചു, സുഹൈല, മക്കളെവിടെ? വിഷയം മാറ്റാൻ ശ്രമിച്ചെങ്കിലും സുഹൈല ബീവിക്ക് അതിന് കഴിഞ്ഞില്ല. നബിതങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ സത്യം പറയേണ്ടി വന്നു സുഹൈല ബീവിക്ക്. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ ഞാൻ തന്നെ വിളിക്കാം. യബ്ന ജാബിർ, ജാബിറിന്റെ 2 മക്കളെ വരൂ. അത്ഭുതം, അത്യത്ഭുതം. ചോരയിൽ പുതഞ്ഞു മൂടിക്കിടക്കുന്ന ആ 2 പിഞ്ചു മക്കൾ എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ വിസ്മയം തീർത്ത ഈ ചരിത്രത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സാക്ഷിയാവുകയാണ്. ആദരപൂർവ്വമായ നബി തങ്ങളെ സ്നേഹിക്കുകയും സുഹൈല ബീവിയുടെ ഈമാൻ അല്ലാഹു നമുക്ക് തരുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് കൊല്ലച്ചർ എഫ് ഓൺ ദി സ്റ്റേജ്. ശ്രദ്ധിക്കുക, വേദി 2-ൽ സീനിയർ വിഭാഗം പദപ്പയറ്റ് ഇംഗ്ലീഷിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. വേദി 3-ൽ കോൺവെർസേഷൻ ഉറുദു ജൂനിയർ വിഭാഗം വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 3-ൽ എത്തിച്ചേരേണ്ടതാണ്. മത്സരം തുടരുന്നു. കൊല്ലച്ചർ എഫ് ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും. അദ്രൈമനെ, ഇവിടെ നല്ല കഥ അറിയുമ്പോൾ ഒരു അർക്കം. എണീച്ചിക്കടാ. അക്കിന്റെ കഥന്റെ പേരറിയോ? അറിയൂല. എന്നാ ഞാൻ പറഞ്ഞുതരാ. ആത്മാർത്ഥയുടെ വില. ഒരിക്കലേ ഒരു വലിയ നാട്ടിലെ മൊയ്ത് എന്ന് പറഞ്ഞ പെയിന്ററിനായിട്ടോ. വാതിലുകള്, വീടുകള്, വേലികള്, തോണികള്, ഇതൊക്കെ പെയിന്റ് അടിക്കണം ഓന്റെ ജോലി. ഒരിക്കലും ഓന്റെ നാട്ടിക്ക് വലിയ പണക്കാരൻ വ്യാപാരി വന്നു. വ്യാപാര പ്ലാൻ എന്താ ഞങ്ങൾക്ക് അറിയോ? 4 ദിവസം കറങ്ങുക. അങ്ങനെ നമ്മളെ വ്യാപാരം ആദ്യം തന്നെ നമ്മളെ മൊയ്തൂനാണ്. എന്തിന്? പെയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ മൊയ്തൂല്ലേ, വ്യാപാരം വീട്ടിൽ നടന്നു പോയ സമയത്താണ് നമ്മളെ മൊയ്തൂന്റെ കൂട്ടുകാരൻ ബാബുട്ടിനെ കണ്ടത്. ബാബുട്ടി എന്ന് വെച്ചാണ്
അല്ല മൊയ്തോ, ഇജ വ്യാപാരന്റെ വീട്ടിക്കല്ലേ? അതെ. എന്നാ വ്യാപാരനോടേ 5 സ്വർണ്ണാണയം ചോദിച്ചോ. 5 സ്വർണ്ണാണയോ? 5 സ്വർണ്ണ ഞാൻ ചോദിച്ചിട്ടില്ല, എന്നോട് ഞാൻ ചോദിക്കാൻ പോണില്ല. അങ്ങനെ നമ്മള് ബാപ്പുട്ടിയോട് സ്ഥലം പറഞ്ഞാണ്ട് മൊയ്ത് വ്യാപാരന്റെ വരുന്ന മുമ്പ് എത്തിയപ്പോ മൊയ്ത് അന്തം വിട്ട് കുന്തം പോലെ കുത്തുമിനാറ് പോലത്തെ ഒരു പോരെ. മൊയ്ത് ഗേറ്റ് ആകുമ്പോ വ്യാപാരി പുറത്തിറങ്ങി. ഇജാളാ മൊയ്തു? അതെ. എന്റെ തോണിക്കൊന്ന് പെയിന്റ് അടിക്കാണ്ടായി. അല്ല, ഈ തോണിക്ക് പെയിന്റ് അടിക്കാൻ 10 വേണ്ടി വരും? 4 സ്വർണ്ണാണയം. അതേ ഉള്ളൂ. എന്നാ 4 സ്വർണ്ണാണയം. അങ്ങനെ നമ്മൾ മൊയ്ത് ഓടി ചെന്ന് എങ്ങോട്ട് പോയക്കരേക്ക്. അവിടെ അങ്ങ് നോക്കിയപ്പോൾ തോണി. ആ തോണി ഇങ്ങനെ പെയിന്റ് അടിക്കാൻ തുടങ്ങിയപ്പോഴേ മൊയ്ത് നെട്ടിപ്പോയി. അതിലൊരു വലിയൊരു അലാക്കിന്റെ ഒരു ഓട്ടുണ്ട്. മൊയ്ത് ആ ഓട്ടൊക്കെ ശരിയാക്കിയ ശേഷം പെയിന്റ് അടിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിയുമ്പോൾ പെയിന്റ് അടിക്കാൻ പൂർത്തിയായി. അങ്ങനെ നമ്മളെ മൊയ്ത് വ്യാപാരം പറഞ്ഞു, മൊയിലാളി പെയിന്റ് അടിക്കാൻ പൂർത്തിയായിക്കണേ, ഒന്ന് പോയി നോക്കിക്കാളി. മൊയ്തോ, ഇതെന്ത് സാധനോ? ഇജാള് ഉസാറാണല്ലോ, അപ്പനെടുത്തോട്ട് 4 വെള്ളിയാണയോ. അങ്ങനെ നമ്മളെ മൊയ്ത് പോയി. നമ്മളെ വ്യാപാരിന്റെ കെട്ടൊക്കെ കുട്ടിയൊക്കെ ഇവിടെ ഒരു 10 റുപ്യ പൂതി ഉണ്ടായിരുന്നു തോണിയാത്രക്ക് പോകണമെന്ന്. നമ്മളെ വ്യാപാരില്ലേ കെട്ടുകളും കുട്ടികളൊക്കെ പാടെ തോണിയാത്രക്കും പറഞ്ഞേച്ചാണ്ട് പുരയ്ക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ആ സമയത്താണ് പൂന്തോട്ടക്കാരനെ കാണുന്നത്. പൂന്തോട്ടക്കാരൻ എന്ന് ചോദിച്ചാണ്, അല്ല മൊയിലാളി ഇന്നത്തെ എത്ര നേരത്തെ? ഞാൻ അതിന്റെ കെട്ടലും കുട്ടിയൊക്കെ പാടെ തോണിയാത്രക്ക് പറഞ്ഞേ ശരിയാ. തോണിയാത്രക്കോ വിടരുതേനി? എന്തേ? തോണി വലിയൊരു എല്ലാക്കിന്റെ ഓട്ടം ഉണ്ടായിരുന്നു. ഇത് കേട്ടോടെ വ്യാപാരി വാണം മുട്ട പോയക്കാരേക്ക്. അവിടെ ഇങ്ങനെ കെട്ടുമുട്ടങ്ങ നോക്കി. ഓലാണ് വരുന്നത് കാണാനല്ല. വ്യാപാരാണ് ഈ ബേജാറായ എൻ്റെ കുറെ നേരം പോയക്കാരെ ഇരുന്ന്. കുറച്ചേരം എന്നെപ്പുണ്ട് ഓൾ അതേ തോണിയിൽ ഇങ്ങനെ വരുന്നു. മുതലാളി വെച്ചാണേ, അല്ല നിങ്ങൾ സുരക്ഷിതരേനി, ഞാൻ ഇങ്ങനത്തെ കുറെ ബേജാറായി. വ്യാപാരി ഇങ്ങനെ ചിന്തിക്കാണ്, അല്ല എന്നാലും ആരായിരിക്കും ഓട്ടം അടിച്ചിട്ടുണ്ടാവാന്ന്. ആ നമ്മളെ മൊയ്ത് തന്നെ. അപ്പനെ മൊയ്ത് വെച്ചെടുത്താണ്ടേ 100 സ്വർണ്ണം എടുത്തു കൊടുത്ത്. അപ്പൊ നമ്മളെ മൊയ്ത് വെച്ചാണ്, അല്ല മൊയിലാളി ഒരു ഓട്ടം അടിച്ചതിനാണോ 100 സ്വർണ്ണാണയോ? അല്ല, ഇത് കുടുംബത്തെ രക്ഷിച്ചതിനാണ്. ഇരിക്കട്ടെ. ഹോ പറഞ്ഞു ഞാനും മടുത്തിന്, കേട്ട് ഇങ്ങോട്ടും മടുത്ത്. എന്നാ ഞാൻ പോവാണ്. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ സീനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇനി വേദി 1-ൽ സീനിയർ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ലോട്ട് സ്വീകരിക്കേണ്ടതാണ്. സീനിയർ വിഭാഗം മാപ്പിളപ്പാട്ടിനുള്ള മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് ലോട്ട് സ്വീകരിക്കേണ്ടതാണ്. സത്യമതത്തിൻ നൂറൊളിമുത്തിൻ സുന്ദരദീനിൻ സാരം. സത്യമതത്തിൻ നൂറൊളിമുത്തിൻ സുന്ദരദീനിൻ സാരം. പല്ലു പല്ലു പൂനബി മൊഴി പാരിലാകെ നിറഞ്ഞു. പല്ലു പല്ലു പൂനബി മൊഴി പാരിലാകെ നിറഞ്ഞു. സ്വഹബുകളെന്ന പ്രഭയും കൊണ്ടിതാ ഏതാനും ചില മത്സര ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സീനിയർ വിഭാഗം വാൾ ആർട്ട് തേർഡ് പ്രൈസ് ഗോസ് ടു 209 ഷിഫിൻ, 208 ഹാമിസ് ആൻഡ് ടീം സമർഖാൻ. സെക്കൻഡ് പ്രൈസ് 112 ആദിൽ കെ, 102 സെയ്ദ് ഗൈസ് ടീം കുദുസ്. First prize goes to 302 Nazruddin, 307 Ayman Shan, Team Kurtuba. ഗതിമാറിടും പകലൊളിവിൽ കലികാലത്തിൻ ഇരുളുകളിൽ ഗതിമാറിടും പകലൊളിവിൽ ചേരും ചേരിൽ ചോരാതിവിടും ചരിതം ചിരിതൂകും. കാറ് മറഞ്ഞൊരു കടലിൽ നേര് വരച്ചൊരു കപ്പൽ നൂറൊഴുകി നൂറഴകിൽ പാകി വെളിച്ചം ഉലകിൽ. മറ്റൊരു മത്സരഫലം കൂടി. ഹാൻഡ് റൈറ്റിംഗ് മലയാളം
Third prize goes to 106 Anzil Team Kudus. Second prize goes to 110 Rahmatullah Team Kudus. First prize goes to 304 Shamil K Team Kurtuba. ചെമ്മലർത്താക പിന്നിലായി അണിനിരന്നിടാം തെന്നലിൽ തല്ലിയല്ലലില്ലാതെ കള്ളമായിരം തള്ളിയിടാം സയ്യിദുൽ ചൊല്ലിടുന്ന മൊഴിസൽ വഴി ഒന്നുറച്ചിടാം പറഞ്ഞു തീരാ സത്യങ്ങൾ നിറഞ്ഞു നേരിൻ ചിത്രങ്ങൾ കുറിച്ചിടാം പുതുചരിതങ്ങൾ കാറുമറഞ്ഞൊരു കടലിൽ നേര് വരച്ചൊരു കപ്പൽ നൂറൊഴുകി നൂറഴകി പാകി വെളിച്ചം ഉലകിൽ കലകളിൽ അലകൾ കളകളാരവം ഫല്യുബല്ലിനാളുകളായി സ്വരവിരുന്ന് ഹരമായി ഉണരും പറപ്പൂരിൽ ഉത്സവമായി കലകളിൽ അലകൾ കളകളാരവം ഫല്യുബല്ലിനാളുകളായി സ്വരവിരുന്ന് ഹരമായി ഉണരും പറപ്പൂരിൽ ഉത്സവമായി മൊഴിഞ്ഞിടും വിജയവീതി വേരൂന്നുകയായി പറഞ്ഞു തീരാ സത്യങ്ങൾ നിറഞ്ഞു നേരിൻ ചിത്രങ്ങൾ കുറിച്ചിടാം പുതുചരിതങ്ങൾ കാറുമറഞ്ഞൊരു കടലിൽ നേര് വരച്ചൊരു കപ്പൽ നൂറൊഴുകി നൂറഴകിൽ പാകി വെളിച്ചം ഉലകിൽ കലികാലത്തിൻ ഇരുളുകളിൽ ഗതി മാറിയിടും പകലൊളിവിൽ കലികാലത്തിൻ ഇരുളുകളിൽ ഗതി മാറിയിടും പകലൊളിവിൽ ചേരും ചേലിൽ ചോരാതിവിടും ചരിതം ചിരിതൂകും കാറുമറഞ്ഞൊരു കടലിൽ നേര് വരച്ചൊരു കപ്പൽ നൂറൊഴുകി നൂറഴകിൽ പാകി വെളിച്ചം ഉലകിൽ ടീം കുദുസ് ലീഡർ ശ്രദ്ധിക്കുക. ടീം കുദുസ് മാപ്പിളപ്പാട്ട് സീനിയർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. സീനിയർ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം തുടങ്ങുന്നു. വിദ്യാർത്ഥികൾ സ്റ്റേജിൽ കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സീനിയർ വിഭാഗം മാപ്പിളപ്പാട്ട്.
Judges, please note. Call letter A on the stage. അസ്സലാമു അലൈക്കും. രചന മോയിൻകുട്ടി വൈദ്യർ, ഇശൽ ബന്ദ് മൊളിന്തിരുവാൻ. ഉണ്ടനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറും നിസാവര പരിശാനതും ബടിവാൽ ഉഗമാമ്പിടം ബിളലാം അവരന്തനമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാം. ഉണ്ടനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറും നിസാവര പരിശാനതും ബടിവാൽ ഉഗമാമ്പിടം ബിളലാം അവരന്തനമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാം. മണ്ടമുടി തൊടു കാർമുകിലോ നിറം സഞ്ചരിക്കച്ചതമോ അത് പൂവിലെ ശിടുകിൽ. മണ്ടമുടി തൊടു കാർമുകിലോ നിറം സഞ്ചരിക്കച്ചതമോ അത് പൂവിലെ ശിടുകിൽ. മഹകാളകമൊഴികെ ഇന്ത ശൗനിയിൽ മറ്റൊരു ലോനും വെളിപ്പെടുക അതിൻ കരുളാൽ. ഉണ്ടനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറും നിസാവര പരിശാനതും ബടിവാൽ ഉഗമാമ്പിടം ബിളലാം അവരന്തനമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാം. കൊണ്ടപ്പകുട്ട് മാകുട്ട് ചുരുട്ട് ബലം പുലി ഭരണമോ നുതൽ കാർമുക പരിശോ. കൊണ്ടപ്പകുട്ട് മാകുട്ട് ചുരുട്ട് ബലം പുലി ഭരണമോ നുതൽ കാർമുക പരിശോ. പുറവും കമനകമോ എന്നും കുണ്ടലവൻ പിറ രണ്ട് തടം കണ വീട് നസികമോ. ഉണ്ടനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറും നിസാവര പരിശാനതും ബടിവാൽ ഉഗമാമ്പിടം ബിളലാം അവരന്തനമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാം. കണ്ട മഹാമിളിയോ മികവന്നനം നീട്ടിയ നട്ടമതോ ബദൻ താവളത്തുടിയോ. കണ്ട മഹാമിളിയോ മികവന്നനം നീട്ടിയ നട്ടമതോ ബദൻ താവളത്തുടിയോ. കവിൽ ബാരിശി തിരുളോ മുഖം ചെങ്കതിരോ പിൻവശം കതിരോ ഒളിവാലും വട്ടമതോ. ഉണ്ടനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറും നിസാവര പരിശാനതും ബടിവാൽ ഉഗമാമ്പിടം ബിളലാം അവരന്തനമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാം. ഉണ്ടനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറും നിസാവര പരിശാനതും ബടിവാൽ ഉഗമാമ്പിടം ബിളലാം അവരന്തനമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next, call letter B on the stage. Judges, please note. Next, call letter B on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രശസ്ത കവി OM കരുവാരക്കുണ്ട് രചിച്ച ഏതാനും ചില വരികൾ. ഇശൽ ചെറിയ കുടുക്ക് ഏറ്റം ഇടമുറുക്കം. ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം ചരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷ പുന്ദ്ര ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭിസുര പൊരുൾ കസുറ അഹമ്മദ് പുണർந்து സുഗന്ധ വല്ലി മികൈந்து പുകൈந்து കനി പിറந்த നബിക്കിമ്പം ഫാത്തിമത്തു സുഹ്റ മെച്ചമുള്ള ക്ഷണം വെച്ചൊരു റോജ
മിക മിക തിക തിക സാഗി അലി ഹോജ തരുൾ കരുൾ ബുഷിറ നബി തൻ പൊരുൾ മകൾ സുഹറ സുഹറ ബത്തൂൽ സാക്കിയ റാളിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പുന്തുര ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭിസുര പൊരുൾ കസുര മഹിന കരളിന്റെ കഷണമെണ്ടരുളിടെ മഹിമ തരമത ഉലകങ്കു വെളിപ്പെടെ തരം പോൽ മതവിധി തരും ദീനടിമുടി തിരുഗുരു അവരാൽ പുകൾ മഹിള മുത്തു സുജൂതിലാണ്ടേ പിത്തണകിട്ടോർ നിണ്ടേ ഒട്ടക്കുടലും അതുണ്ടേ ശിരമിലിട്ടേ മുത്തു സുജൂതിലാണ്ടേ പിത്തണകിട്ടോർ നിണ്ടേ ഒട്ടക്കുടലും അതുണ്ടേ ശിരമിലിട്ടേ നളർത്തും നടപടി എതിർത്തു മതിമുകി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പുതുമരം ചമേന്തിട്ട് പുറത്തു കൂടിടലായി അലിപ്പുലി പൂവിക്കിണങ്ങുവതായി സുഹൃബത്തൂൽ സാക്കിയ റാളിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പുന്തൽ ചന്തം മുന്തന സുന്ദര ചന്ദ്ര ശോഭിസുര പൊരുൾ കസുര അഹമ്മദ് പുണർന്ന് സുഗന്ധ വള്ളി മികൈந்து പൂയിந்த പിറந்த നബിക്കിമ്പം ഫാത്തിമത്തു സുഹറ മെച്ചമുള്ള ക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഖി അലി ഹോജ തരുൾ കരുൾ ബുഷിറ നബി തൻ പൊരുൾ മകൾ സുഹറ അസ്സലാമു അലൈക്കും. Letter C on the stage. അസ്സലാമു അലൈക്കും. ലബ്ബൈക പാടുന്നു ജനകൊടി അടങ്കലും ഉടയടുക്കലും ലക്ഷ്യം മീലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിച്ച പൊതി നടക്കും ഉള്ളു തൊടിച്ച് കൊതിച്ച് ജയിച്ച് പതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ അൽവിൻ പെരുത്ത മോപത്തനെ തേടി വിണ്ടാനേ പൂണ്ടാനേ ലബ്ബൈക പാടുന്നു ജനകൊടി അറങ്കലും ഉടയടുക്കും ലക്ഷ്യം ഈലാഹിൻ്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ടിച്ച ബോധി നടക്കും ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിരുന്നേ റബ്ബിൽ ഉദിപേത്തി നടത്തിയിരുന്നേ കൽബിൻ പെരുത്ത മോപത്തന്നെ ഒരുത്തനെ തേടി വിണ്ടാനേ ഗുണം പൂണ്ടാനേ സഫ മറുവാക്കി അസ്സലാമു അലൈക്കും. Next, call letter D on the stage. Judges, please note. Call letter D on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രചന മോയിൻകുട്ടി വൈദ്യരുടെ ഏതാനും ചില വരികൾ ഇശൽ തടകി മണത്തെ. മധുനിറവായേ മാദിക്കെങ്കു മതിമതിയായേ മാദീനത്തിൽ മതിമനയേറി മാദി ഫിത്ത മതിദഖലായേ മതിമദനത്താൽ മാദീനോരെ മതിമദമാലെ മാദി എന്തോ മതികഹനത്തിൻ മാദി ബന്ദ മതിമസലായേ മധുനിറവായേ മാദിക്കെങ്കു മതിമതിയായേ മാദീനത്തിൽ മതിമനയേറി മാദി ഫിത്ത മതിദഖലായേ മതിമദനത്താൽ മാദീനോരെ മതിമദമാലെ മാദി എന്തോ മതികഹനത്തിൻ മാദി ബന്ദ മതിമസലായേ മധുനിറ കഞ്ച ഫാക്കൂട്ടളർ
മധു മധു തൻ്റെ മധു പൊങ്കി മധു ഉപവാസത്തടുക്കുമ്മൻ മധു മധു പോലെ മദതിയറൊക്കെ മദീരത്തി മതി മതി തീർത്തേ മഹമൂദ് മധുമലർപാദം ഫാണിന്നേറ്റ് പുകളുവതായേ പുകളുവതായേ മധു നിറവായേ മതിക്കെങ്കു മതി മതിയായേ മദീനത്തി മതിമനകേറി മതി ഫിത്ത മതി ദഖലായേ മതിമദനത്താൽ മദീനോരെ മതിമദമാലെ മതിയെന്തോ മതികഹനത്തിൻ മതി ബന്ധ മതിമസലായേ മതിമസലായേ മധു നിറ കഞ്ച ഫക്കൂട്ടലർ മധു മധു തൻ്റെ മധു പൊങ്കി മധു ഉപവാസത്തടുക്കുമ്മ മധു മധു പോലെ മദതിയറൊക്കെ മദീരത്തി മതി മതി തീർത്തേ മഹമൂദ് മധുമലർപാദം ഫാണിന്നേറ്റ് പുകളുവതായേ പുകളുവതായേ നാഗമനം ഫെറ്റവർക്കു ഫാൻ താകമുഖങ്ങൾ കുലൂപും തി നാഗമിൽ പെട്ട നാഗം പോലെ പാടുവതായേ നാഗമേറും കടന്തോർഫു നാഗ ഒശീതർ നാഗത്തിൽഫു നാഗമതേറും നബി ബൈത്ത് പാടുവതായേ പാടുവതായേ മധു നിറവായേ മതിക്കെങ്കു മതി മതിയായേ മദീനത്തി മതിമനയേറി മതി ഫിത്ത മതി ദഖലായേ മതിമദനത്താൽ മദീനോരെ മതിമദമാലെ മതിയെന്ത് മതികഹനത്തിൻ മതി ബന്ധ മതിമസലായേ മതിമസലായേ മധു നിറ കഞ്ച ഫക്കൂട്ടലർ മധു മധു തൻ്റെ മധു പൊങ്കി മധു ഉപവാസത്തടുക്കുമ്മ മധു മധു പോലെ മദതിയറൊക്കെ മദീരത്തി മതിമന തീർത്തി മഹമൂദ് മധുമലർപാദം ഫാണിന്നേറ്റ് പുകളുവതായേ പുകളുവതായേ മധു നിറവായേ മതിക്കെങ്കു മതി മതിയായേ മദീനത്തി മതിമനകേറി മതി ഫിത്ത മതി ദഖലായേ മതിമദനത്താൽ മദീനോരെ മതിമദമാലെ മതിയെന്തോ മതികഹനത്തിൻ മതി ബന്ധ മതിമസലായേ മതിമസലായേ നാഗമനം ഫെറ്റവർക്കു ഫാൻ താകമുഖങ്ങൾ കുലൂപും തി നാഗമിൽ പെട്ട നാഗം പോലെ പാടുവതായേ നാഗമേറും കടന്തോർഫു നാഗ ഒശീതർ നാഗത്തിൽഫു നാഗമതേറും നബി ബൈത്ത് പാടുവതായേ പാടുവതായേ മധു നിറവായേ മതിക്കെങ്കു മതി മതിയായേ മദീനത്തി മതിമനയേറി മതി ഫിത്ത മതി ദഖലായേ മതിമദനത്താൽ മദീനോരെ മതിമദമാലെ മതിയെന്തോ മതികഹനത്തിൻ മതി ബന്ധ മതിമസലായേ മതിമസലായേ മധു നിറവായേ മതിക്കെങ്കും മതി മതിയായേ മദീനത്തിൽ മതിമനയേറി മതിമനയേറി മതി ഫിത്ത മതി ദഖലായേ മതിമദനത്താൽ മദീനോരെ മതിമദമാലെ മതിയെന്തോ മതികഹനത്തിൻ മതി ബന്ധ മതിമസലായേ മതിമസലായേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note. Next God letter E on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രചന മാളിയക്കലകത്ത് അബൂ കൻസ. മക്ക ബക്കൂർ മിക്ക ഹക്കിലതിർപ്പം ഭംഗീശം മികവാ മിക്കോർ സുഹൃതപ്പൊൻ ചൗക്കലിരിപ്പം പങ്കോശം തികവാ മക്ക ബക്കൂർ മിക്ക ഹക്കിലതിർപ്പം ഭംഗീശം മികവാ
മിക്കോർ സുഹൃതപ്പൊൻ ശോകലിരിപ്പം ബങ്കോശം തികമികവാലതി ബാദറൊത്തവാദനം ശോഭ തരിശോട് ബുസ്തി കൂതിയൊത്ത ജമാലും ശാബ മമതമികന്തോർ സുന്ദരദീനിൽ പോരുള്ളറിന്തേ മനമതിലങ്കും മിസ് അബിറങ്ക ഊണந்த ചിന്ത് പിറந்து നടന്നവരർക്കം ബൈത്തുട പാശം നേശമിലെ ചുന്തിരവദനം ചിന്തുമയജബിൽ ഉള്ളറിയാനുണ്ടാശയിലെ മക്കാബക്കോ മക്കാബക്കൂർമിക്ക ഹക്കിലതിർപ്പം ഭംഗീശം മികവാ മിക്കോർ സുഹൃതപ്പൊൻ ശോകലിരിപ്പം ബങ്കോശം തികവാ തക്കോർ മിക്കോർ ചക്കർ മിസ് അബ് തക്കമി ഹക്ക് ശ്രവിത്തിടലായി തക്കിടലായി ഒലി ബക്കമിലായി മനം ഷോക്കാൽ ഫുർക്കാൻ പൂക്കിടലായി തക്കോർ മിക്കോർ ചക്കർ മിസ് അബ് തക്കമി ഹക്ക് ശ്രവിത്തിടലായി തക്കിടലായി ഒലി ബക്കമിലായി മനം ഷോക്കാൽ ഫുർക്കാൻ പൂക്കിടലായി പേശും വശനത്തിൽ യേശും മുഖമൊളിലെങ്കി പാശം ഹബീബുള്ള നേശം കരിമി തടങ്കി ചിങ്കാരത്തിരുപുറ പൊങ്കി ചൊങ്കാലെ മിസ് അബിറങ്കി ചിങ്കാരത്തിരുപുറ പൊങ്കി ചൊങ്കാലെ മിസ് അബിറങ്കി എങ്കും കുതുകുലരങ്കാൽ എതിരിട ബങ്കിട ദീനിലിറങ്ങിടലായി എങ്കും കുതുകുലരങ്കാൽ എതിരിട ബങ്കിട ദീനിലിറങ്ങിടലായി മക്കാബക്കൂർമിക്ക ഹക്കിലതിർപ്പം ഭംഗീശം മികവാ മിക്കോർ സുഹൃതപ്പൊൻ ചൗക്കലിരിപ്പം ബങ്കോശം തികവാ മക്കുറബതിക്കടങ്കൽ മുഷിരിക്കിൽ എതിർപ്പങ്കും തക്ക് നോക്കി നടന്നിട ശരമയ്യാൻ മക്കികളും നയന്തിട കുഫിരിങ്ങൾ ഖാലിഫയുടെ ഹോനാസ പൊന്നി ബിന്ദുവ ഇടുമയ്യാൻ
മക്കുറബതി കടങ്കൽ മുഷിരിക്കില്ല തുർപ്പങ്ങും തക്ക നോക്കി നടന്നിട ശരമയ്യാൻ മക്കികളും നയന്തിട കുഫിരിങ്ങൾ ഹാലിപ്പട ഹോനാസ പുണ്യ ബിന്ദു ഇടുമയ്യാൻ അയ്യന്നഹദവനിന്ന് മൊയ്യും മിസ്തബ് വന്ന് പയ്യൽ പൊയ്മൊളിയൊന്ന് കൊയ്യും തലമുകളീന്ന് ചിഗ ഹുബ്ബാലെ ചേർത്തു ഹുനാസ അമ്പാലെ ചൊന്നിട് പാശ ഹുബ്ബാലെ ചേർത്തു ഹുനാസ അമ്പാലെ ചൊന്നിട് പാശ റബ്ബുകളെ വിടെ കൊള്ളുക വയ്യ അബ്ബമുഖദ്ദിമിലുള്ളൊരു വഹ്യ റബ്ബുകളെ വിടെ കൊള്ളുക വയ്യ അബ്ബമുഖദ്ദിമിലുള്ളൊരു വഹ്യ മക്ക ബക്കൂർ മിക്ക ഹക്കിലതിർപ്പം ഭംഗീശം മികവാ മിക്കോർ സുഹൃതപ്പൊൻ ചൗക്കലിരിപ്പം ബങ്കോശം തികവാ. അസ്സലാമു അലൈക്കും. The last call letter on the stage F. അസ്സലാമു അലൈക്കും. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള പരനബിയം ഹബീബുള്ള ഇറയോൻ്റെ കനിയെ സ്വല്ലല്ല. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള പരനബിയം ഹബീബുള്ള ഇറയോൻ്റെ നബിയെ സ്വല്ലല്ല. പതിമക്കത്തുതിത്തൊര മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുരബില കാവല്ലേ പെരിയോന്റെ കുതിസിലെ മയിലല്ലേ. പതിമക്കത്തുതിത്തൊരു മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുരബില കാവല്ലേ പെരിയോന്റെ കുതിസിലെ മയിലല്ലേ. മർഹബായ നൂറ ഐനി മർഹബായ ജദൽ ഹുസൈൻ മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 മർഹബായ നൂറ ഐനി മർഹബായ ജദൽ ഹുസൈൻ മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ മർഹബ മർഹബ. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള പരനബിയം ഹബീബുള്ള ഇറയോന്റെ നബിയെ സ്വല്ലല്ലാഹ്. മഹ്ശറയിൽ തണിയായോരെ നുബുവത്ത് പെരുത്തുള്ള നബിയോരെ ഫളീലത്തും ഫസായത്തും മികച്ചോരെ ഫളീലത്തും ഫസായത്തും മികച്ചോരെ ശഫാഅത്ത് കനിയും റസൂലോരെ. മഹ്ശറയിൽ തണിയായോരെ മഹ്ശറയിൽ തണിയായോരെ നുബുവത്ത് പെരുത്തുള്ള നബിയോരെ ഫസായത്തും മികച്ചോരെ. മർഹബായ നൂറ ഐനി മർഹബായ ജദൽ ഹുസൈൻ മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 നൂർ മുഹമ്മദ് മർഹബ മർഹബ മർഹബ. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള പരനബിയം ഹബീബുള്ള ഇറയോന്റെ നബിയെ സ്വല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ മാപ്പിളപ്പാട്ട് സീനിയർ അവസാനിച്ചിരിക്കുന്നു. ഇനി നമസ്കാരത്തിനും ഭക്ഷണത്തിനുമുള്ള ബ്രേക്കാണ്. വിദ്യാർത്ഥികൾ പള്ളിയിലേക്ക് പോകേണ്ടതാണ്. കൃത്യം 2 മണിക്ക് തന്നെ മത്സരം ആരംഭിക്കുന്നതാണ്. വേദി 1-ൽ ജനറൽ വിഭാഗം ഭക്തിഗീതം, വേദി 2-ൽ സീനിയർ വിഭാഗം വാങ്ക് മത്സരം, വേദി 3-ൽ ജൂനിയർ വിഭാഗം ഉറുദു പ്രസംഗം. ഇതുള്ള വിദ്യാർത്ഥികൾ കൃത്യം 2 മണിക്ക് തന്നെ വേദികളിൽ എത്തിച്ചേരേണ്ടതാണ്.
എല്ലാ വിദ്യാർത്ഥികളും നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ശ്രദ്ധിക്കുക, നമസ്കാര സമയത്ത് എല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ആരും ഇവിടെ ഉണ്ടായിരിക്കണം.